ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ അറിവാണ് പറയാൻ വേണ്ടി പോകുന്നത്. സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ അറിവാണ് പറയാൻ വേണ്ടി പോകുന്നത്. വിനീത് എസ് കുമാറാണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാവാണ് നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച മ്യൂസിക് കമ്പോസറായ യുവാൻ ശങ്കർ രാജയാണ് ഇതിൻ്റെ നിർമ്മാണം കാര്യങ്ങൾ ചെയ്യുന്ന YSR ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിർമ്മാണ കമ്പനിയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ വേറൊരു പടം കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട താരങ്ങളായി വരുന്നത് റിയോ രാജ് തമിഴ് ആക്ടർ, ഗോപിക രമേശ് നടിയാണ്, പിന്നെ നമ്മുടെ മലയാളത്തിലെ രഞ്ജി പണിക്കർ, പിന്നെ നമ്മളെ താത്ത സുരേഷ് ചക്രവർത്തി അദ്ദേഹം റോൾ ചെയ്യുന്നുള്ളതിനകത്ത്, പിന്നെ അരുണാചലേശ്വരൻ എന്നൊരാൾ നമ്മുടെ റിയോ രാജിൻ്റെ ഫ്രണ്ടായിട്ടൊരു വേഷം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂജൻ പ്രണയം, റിലേഷൻ, അതൊക്കെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതേ തീമിലെ പടങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, കുറേ പടങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. ആ രീതിക്കുള്ള ഒരു കഥയും കണക്കിന് പറയുന്നു. എനിക്ക് പേഴ്സണൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ കഥയും കാരണം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പുതുമയായിട്ടൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. പെർഫോമൻസിലും എല്ലാവരും വളരെ മോശമായിരുന്നു, ഇൻക്ലൂഡിങ് രഞ്ജി പണിക്കർ. രഞ്ജി പണിക്കർക്ക് ഒരിക്കലും തമിഴ് സിനിമയിൽ പോയിട്ട് അപ്പ റോൾ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ള കാര്യം തെളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റേഞ്ചൊക്കെ ഇവിടെ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ നടൻ റിയോ രാജ് ദുരന്ത അഭിനയമായിരുന്നു. എപ്പം നോക്കില്ല മണു 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 എന്നും പറഞ്ഞ് എപ്പോഴും ആ ഒരു കാര്യം മാത്രം വളരെ വ്യക്തമായിട്ട് കേൾക്കാം. ആ അഭിനയമൊക്കെ വളരെ മോശമായിരുന്നു. ഗോപിക രമേശിൻ്റെ അഭിനയം അത്യാവശ്യം കൊള്ളുന്നത്. കാരണം ആ ഒരു കഥയും കഥാപാത്രവുമായിട്ട് ഗോപിക രമേശ് നൈസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പറയാൻ പറ്റും. ആ ഒരു ഒറ്റ കഥാപാത്രം, പിന്നെ ഫ്രണ്ടായിട്ട് വരുന്ന അരുണാചലേശ്വരൻ, ആ ഒരു കഥാപാത്രത്തിൻ്റെ കുറച്ച് കോമഡി സീനും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ഇതെല്ലാം നൈസ് ആയിട്ട് കൊള്ളായിരുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ദുരന്തമായിട്ട് ഈ നായകൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഈ ഒരു സോളിഡ് കഥയൊന്നുമില്ല ഇതിനകത്ത്. ഒരു പ്രത്യേകിച്ച് ഇന്നതാണ് ഒരു കഥ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറുതെ കുറേ പാട്ടുകൾ, യുവശങ്കർ രാജിൻ്റെ നിർമ്മാതാവായിട്ട് കുറേ പാട്ടുകൾ അദ്ദേഹം തന്നെ എല്ലാ പാട്ടും പാടിയിരിക്കുന്നു. കുറേ പാട്ടുകളൊക്കെ കുത്തിക്കയറ്റി ഇങ്ങനെ കൊണ്ടുപോകണം. 2 മണിക്കൂറുള്ള പടത്തിനകത്ത് 6-7 പാട്ട് എന്തോ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കുത്തിക്കയറ്റിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടി പ്രഗ്നൻ്റ് ആവുന്നു, അത് നമ്മളെ നായകൻ സമ്മതിക്കുന്നേ ഇല്ല. അതെങ്ങനെ എന്നൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ. പിന്നെ ഡോക്ടറെ പോണ്, പിന്നെ കുടുംബ പ്രശ്നമാവുന്നു, ആ ഒരു കാര്യങ്ങളൊക്കെ ഇത് നുണയാണോ അല്ലെന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി പോലും ഇല്ല. അങ്ങനെ പോകുന്നൊരു കഥയാണത്. അവർ പിന്നെ കാണിക്കുന്ന അവർ തമ്മിലുള്ള ഒരു അബദ്ധം മുഖേന അവർ പിടിച്ച സമയത്തുള്ളൊരു നുണയാണെന്ന് പറഞ്ഞത്. പിന്നെ അവസരത്തിൽ നേരത്തെ കാണിക്കുന്നത് ഇത് റിയൽ ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെയാണെന്ന്. ഓരോ ഏച്ചിട്ട് പണം ആ രീതിക്ക് പോകുന്ന ഈ ഒരു സിനിമയിൽ ഈ നമ്മുടെ രഞ്ജി പണിക്കരുണ്ട്. രഞ്ജി പണിക്കരൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങില്ല, ഒന്നും എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ കൊണ്ട് പക്ഷെ ഒന്നും ചെയ്യാത്ത കണക്ക് അങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രം. ഒരു വീട്ടിലൊരു പയ്യൻ കയറി വരുമ്പം നമുക്ക് സ്വാഭാവികം നമ്മളിങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കയറി അവരെ മോളെ റൂമിലേക്ക് കയറി പോകണമെങ്കിൽ ഇടിയും കിട്ടും, പോലീസിനെ പിടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇതില്ല വടിപോൾ നിൽക്കുന്ന ഒരു തന്ത കഥാപാത്രം. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പെർഫോമൻസിൻ്റെ ഒരു അല്ലെങ്കിൽ മലയാളം ആക്ടറാണ്, മാന്യതയുണ്ടെന്നൊക്കെ രീതികളെ തോന്നുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ രഞ്ജി പണിക്കർ മിണ്ടാൻ നിൽക്കണമെങ്കിൽ. മറ്റു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് മൂടാണ്. ഒരു കാര്യം തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് അടിച്ച് പിന്നെ കഥ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്ന രീതിക്കും കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിക്ക് പോകുന്ന ഒരു കൂതറ സിനിമയാണ് ഈ ഒരു സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ ഈ സിനിമ. യുവൻ ശങ്കർ രാജ പണം മുടക്കിയെങ്കിൽ ഇത് പോയിട്ടുമുണ്ട്, അങ്ങനെ മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ആ രീതിക്കുള്ള ഒരു കോപ്പിലെ പടം എന്ന് പറയാൻ വേണ്ടി പറ്റും. തുടക്കം തന്നെ കാണാം, ഒരു ഗെയിമൊക്കെ കളിച്ചുകൊണ്ടുവന്ന് അവർ എന്തൊക്കെയോ കാണിച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. ആ നായകൻ്റെ പെർഫോമൻസ് ഇടയ്ക്കിടെ കാണുമ്പോൾ നമ്മളെ വിജയ് സേതുപതിനെ ഒന്ന് അനുകരിക്കാമെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെ. ഇതാണ് സ്വീറ്റ് ഹാർട്ട് എന്ന സിനിമയുടെ ഏകദേശം ഒരു എതിർത്തവും കാര്യങ്ങളൊക്കെ. ഒന്നുമില്ല പടം, കഥയും കാര്യങ്ങളൊന്നും 2 മണിക്കൂർ ചുമ്മാ കെട്ടിക്കൊണ്ട് പോയ എന്തോ സംഭവങ്ങളെ കാണിച്ചിരിക്കുന്ന പടം. ഏതെങ്കിലും പറയാൻ വേണ്ടി പോലും ഒരു ഇമ്പോർട്ടൻ്റ് റോളും കാര്യങ്ങളൊന്നുമില്ല. ഇവരൊരു വീട്ടിൽ വന്ന് കയറുന്നുണ്ട്, ഒരു സീനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ഒരു വയസ്സായ തള്ളത് അവിടെ അച്ഛനെങ്കിൽ ഇവിടെ വെറുപ്പിക്കലാണ്. അവിടെ കുറേ വേസ്റ്റ് വെള്ളം അതും ഇതൊക്കെ എടുത്ത് വെച്ചില്ല. അരുണാചലേശ്വരൻ ആ ഒരു കഥാപാത്രം അങ്ങ് വെറുപ്പിക്കുന്നുണ്ട്. അരുണാചലേശ്വരൻ ഈ ഒരു കഥാപാത്രം ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കോമഡി ഉണ്ട്. ആ കോമഡി മാത്രം അത്യാവശ്യം നെഞ്ച് ചെയ്ത് ചിരിക്കാൻ വേണ്ടി പറ്റിയ സംഭവമുണ്ട്. 10 മിനിറ്റ്സ് നമ്മളൊരു കോമഡി ഉണ്ട് അതിനകത്ത്, അത് മാത്രം കൊള്ളാം. ബാക്കിയൊന്നും യഥാർത്ഥ കഥയോ കാര്യങ്ങളോ ഒന്നും ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നതേയില്ല. എന്നെ അപേക്ഷിച്ച് ഈ ഒരു സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ വളരെ മോശപ്പെട്ടൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു കഥയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ എന്തിനോ എടുത്തുപെടാം. അവസാനം ഒരു ടേലിൻ്റെ സോങ്ങൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഒരു കുട്ടിയുണ്ട് ഇതിനകത്ത്, ആ കുട്ടി നല്ല സ്മാർട്ടായിരുന്നു. ആ കുട്ടി നൈസായിട്ട് പെർഫോം എടുത്തിട്ടുണ്ട്. നല്ല സ്മാർട്ട് ആക്റ്റീവ് ഒരു ഗേൾ, ഒരു
പെൺകുട്ടി നന്നായിട്ട് തന്നെ ആ പെൺകുട്ടിയെ കാണാനൊക്കെ ഭയങ്കര രസവും ഒരു സ്വീറ്റ് ഒരു കുഞ്ഞു കുട്ടി, ആ ഒരു കാര്യം വെച്ച് കൊള്ളാം. പിന്നെ അങ്ങനെ പോണൊരു പടം മാത്രം കൊള്ളാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ചൊരു കഥയില്ല, പെർഫോമൻസ് മോശം, എല്ലാം കൊണ്ട് കുറേ ഏഴ് പാട്ട് യുവശങ്കർ രാജ പ്രൊഡ്യൂസറാണ്ട് കുത്തി കൈ വെച്ചിട്ടുണ്ട്. അത് തന്നെ ഉള്ളത് അതിനകത്ത്. ഇതാണ് സ്വീറ്റ് ഹാർട്ട് എന്ന പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ദയവ് ചെയ്ത് അറിയാതെ പോലും പോരുന്ന കാണരുത്. അത്രയ്ക്കൊരു കൂതറപ്പടമാണ് ഈ ഒരു സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. വെറുതെ കയ്യിൽ നിന്ന് കാശ് പോകാമെന്നല്ലാതെ വേറൊരു ഉപയോഗം യുവശങ്കർ രാജയ്ക്ക് സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നു. അത്ര മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. അറിയാതെ പോലും ആരും കാണാൻ വേണ്ടി ശ്രമിക്കരുത്. ഇതാണ് സ്വീറ്റ് ഹാർട്ട് എന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമ വിശേഷമോ റിവ്യൂ ആയിട്ട് വരുന്ന ഇത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.